1 കൊരിന്ത്യർ 13 4-5 വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. അത് ഏറ്റവും പഴക്കമുള്ള ഒരു സ്നേഹ കീർത്തനമാണത്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, ധനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ഓരോ കൺവെൻഷനും എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സ്നേഹത്തെ കുറെ കൂടി ശുദ്ധീകരിക്കാനാണ്. സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള ഒരു നിർവചനം പോലും അതാണ്. ആർട്ട് ഓഫ് റിലേറ്റിംഗ്. പരസ്പരം ബന്ധങ്ങളിലായിരിക്കുന്നതിൻ്റെ ഒരു കുലീനമായ കലയുടെ പേരാണ് സ്പിരിച്വാലിറ്റി. എന്തും നമ്മൾ അത്തരം ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട് വേണം കാണാനും വായിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ. നമ്മളിപ്പോൾ സ്നേഹത്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ സെൻറ്റ് പോൾ ഇങ്ങനെ എണ്ണി പറയുന്നത് വായിച്ചു. ഇത് 12 ലക്ഷണങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങളിതിങ്ങനെ ഓരോരുത്തർ എഴുതുക. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ പരസ്പരം ഈ കുട്ടികളുടെ ഒരു കളിയുണ്ടല്ലോ, ഈ കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറഞ്ഞു. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളുടെ മാസികയിലൊക്കെ അത് ചെയ്തിട്ടുണ്ടാകും. കുറേ ഡോട്ട്സ് കിടപ്പുണ്ടാകും. ഒരു ചെറിയ കളർ പെൻസിൽ കൊണ്ട് ഇതിങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഒരു ചിത്രം ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ ഓരോ കാര്യവും തമ്മിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ ഒരാളുടെ ചിത്രം തെളിയും. അത് സെൻറ്റ് ജോസഫിൻ്റെ ചിത്രമാണ്. ഈ പറഞ്ഞതെല്ലാം നമുക്ക് സെൻറ്റ് ജോസഫുമായിട്ട് വായിക്കാവുന്നതാണ്. പോൾ തൻ്റെ ലേഖനങ്ങളിൽ ഇങ്ങനെ ജോസഫിനെ പരാമർശിക്കുന്നില്ല, മേരിയെ പരാമർശിക്കുന്നില്ല. ഞാൻ ഇത് എപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെ ഒരു സ്നേഹഗീതം എഴുതണമെങ്കിൽ അയാളുടെ ബോധത്തിൽ നിശ്ചയമായിട്ടും ഈ മനുഷ്യൻ്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ സ്നേഹത്തെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു പൊതുവായ ഒരു വൈകാരിക നിലയിൽ മാത്രമാണ് നമ്മൾ ഇപ്പോഴും സ്നേഹത്തെ അപ്രോച്ച് കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്നേഹിക്കാനല്ല യേശു പറഞ്ഞത്, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാണ്. ഭയങ്കര വലിയ ബെഞ്ച് മാർക്കാണ്. നമ്മളിങ്ങനെ ആ ഒരു വ്യവസ്ഥ പതുക്കെ വിട്ടുകളഞ്ഞു. നമ്മളൊക്കെ അവകാശപ്പെടുന്നത് സ്നേഹിക്കുന്നെന്നാണ്. നമ്മളൊക്കെ ചെതറിപ്പോകുന്ന സ്നേഹലംഘനങ്ങളിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദം അതാണ്. എന്നിട്ടും അവിടുന്ന് വെച്ച് നീട്ടിയ ആ ബെഞ്ച് മാർക്ക് കൃത്യമായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നില്ല. ഞാൻ സ്നേഹിച്ചതുപോലെ. നമുക്ക് ചില മാതൃകകളിലേക്ക് ഉറ്റുനോക്കിയേ പറ്റും. സഭ സെൻറ്റ് ജോസഫിലേക്ക് ഉറ്റുനോക്കാൻ വേണ്ടി നൽകിയൊരു കാലമായിരുന്നു ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്നേഹത്തെയൊക്കെ ഒന്ന് നവീകരിക്കാനും സ്നേഹത്തിൽ മീതെ ചില വീണ്ടുവിചാരങ്ങൾ നടത്താനും ഒക്കെ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ 10-12 കാര്യങ്ങളും പറഞ്ഞു പോകേണ്ട ബാധ്യത നമുക്കില്ല. അതിനകത്ത് ഒരെണ്ണം മാത്രം നമ്മുടെ ഈ സന്ധ്യ വിജയത്തിന് വേണ്ടി എടുത്താൽ നല്ലതാണ്. എന്താണത്? സ്നേഹം സകലതും
വിശ്വസിക്കുന്നു. അത്രയും മാത്രം മതി. ഓരോ ചുവട് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വിഷമിക്കുന്നത് ഈ സ്നേഹസങ്കല്പമായിട്ട് ബന്ധപ്പെട്ടാണ്. ബൈബിളിലെ ഏറ്റവും സ്നേഹമുള്ള സ്ത്രീയുടെ പേര് യേശുവിൻ്റെ സ്നേഹിതയായ മേരിയാണ്, മറിയാമാണ്. ആ മറിയാമിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. വാസ്തവത്തിൽ സ്നേഹിക്കുന്നവരുടെ കൂടാരത്തിലാണ് ഏറ്റവും കൂടുതൽ ദുർഭൂതങ്ങൾ വസിക്കുന്നത്. അവരാണിങ്ങനെ പൊസസീവ് ആവുന്നത്, അവരാണിങ്ങനെ ശഠിക്കുന്നത്, അവരാണിങ്ങനെ ആകുലതപ്പെടുന്നത്. ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് വളരെയേറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ആസിഡ് ആക്രമണം. താൻ സ്നേഹിച്ചിരുന്നൊരു പെൺകുട്ടി തന്നിൽ നിന്ന് അകന്നു പോകുന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരാളിങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഒരടയാളമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ വിധിച്ചുകൊണ്ട് ഇങ്ങനെ അവളുടെ മീതെ തീപ്പൊഴി കയറിയിരുന്നു. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇവർ പറയുന്നൊരു വിശദീകരണമുണ്ട്, എനിക്ക് അത്രയും സ്നേഹമായിരുന്നു. കൺഫ്യൂസ്ഡായ വാക്ക് സ്നേഹം, കൺഫ്യൂസ്ഡാണ്. നമുക്ക് ചില ഗൂഗിൾ മാപ്പൊക്കെ ആവശ്യമുണ്ട്, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നതിനെ കുറിച്ച്. പഴുത് കണക്ക് നമുക്കിങ്ങനെ യാത്ര അവസാനിപ്പിച്ചും യാത്ര ഒഴിവാക്കിയുമൊക്കെ നിൽക്കുക എളുപ്പമല്ല. നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. നമുക്കുള്ള ആ ഒരു ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറയുന്ന കൊച്ചുമക്കൾ പറയുന്ന ആ സംഭവമാണ് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഉണ്ട് ഈ പ്രശ്നം. സിബ്ലിംഗ് റൈവലിൽ നമ്മൾ പറയും ലോകത്തെ ഏറ്റവും വലിയ ശത്രുത അല്ലെങ്കിൽ ഏറ്റവും ആദ്യ ശത്രുത ഈ സതീർത്ഥര് തമ്മിലല്ല, അയൽക്കാർ തമ്മിലല്ല, മറിച്ച് സഹോദരങ്ങൾ തമ്മിലാണ്. ആ കഥയുടെ ആരംഭമൊക്കെ വേദപുസ്തകത്തിന് ആദ്യ താളിൽ തന്നെ കിടപ്പുണ്ട്. എന്താ പ്രശ്നം? തങ്ങളിൽ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് സംശയം. ഇവിടെ ഇരിക്കുന്ന പേരൻ്റായിട്ടുള്ള എല്ലാവർക്കും അറിയാം, അത്തരം വിഭാഗീയതയൊന്നും നമ്മുടെ പാരൻറ്റിങ്ങിൽ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ടും കുഞ്ഞുങ്ങൾ ആശങ്കപ്പെടുകയാണ്, ആരെയാ കൂടുതൽ സ്നേഹം, ആരെയാ കൂടുതൽ സ്നേഹം. അവിടം തൊട്ട് ആരംഭിക്കുന്നു ഈ സംശയത്തിൻ്റെ ചരിത്രം. അതിങ്ങനെ പല രീതിയിൽ പിന്നീട് വരുന്നു. വിവാഹത്തിൽ നമ്മുടെ മീതിലുള്ള ഏകാഗ്രത കുറയുന്നതായിട്ടൊരു തോന്നൽ വരുന്നു. കുറെ കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് മതിപ്പില്ലെന്നൊരു സംശയം വരുന്നു. നമ്മളിങ്ങനെ മുട്ടം വെട്ടിയൊക്കെ മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ അതിന് ലഭിക്കേണ്ട ഒരു ആദരവോ പരിഗണനയില്ലെന്ന് തോന്നുന്നു. പിന്നെ കുറേ അങ്ങ് മുമ്പോട്ട് ചെല്ലുമ്പോൾ വാർദ്ധക്യത്തിൽ പരിഗണനയും ശ്രദ്ധയും ഇല്ലെന്ന് തോന്നൽ വരുന്നു. വീടിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറുന്നുണ്ടെന്നുള്ള സംശയം വരുന്നു. ഇങ്ങനെ സംശയത്തിൻ്റെ ലോങ് ട്രാക്കുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ഈ ജോസഫിനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സംശയങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സംശയം ഈ വേദപുസ്തകത്തിൽ ഉടനീളമുണ്ടല്ലേ. ഈ ഏറ്റവും സ്നേഹിച്ചവരാണ് ഏറ്റവും സംശയിച്ചിട്ടുള്ളത്. യേശുവിനെ കുറിച്ച് ഏറ്റവും ക്ലാരിറ്റി ഉള്ളൊരു മനുഷ്യനാണ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഈ മനുഷ്യനാണ് ഏറ്റവും സംശയിക്കുന്നത്. വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റാർക്കും വേണ്ടി കാത്തിരിക്കണോ? ഉള്ളിൽ കടന്ന് അവൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് കുതിച്ചു ചാടിയ കുഞ്ഞായിക്കോണെന്ന് പറയുന്നത്. സ്നാനം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഇങ്ങനെ കുറേ അധികം മനുഷ്യരുടെ ഇടയിൽ നിന്ന് കൃത്യമായിട്ട് അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആളാണ്. എന്നിട്ടും ഈ ജീവിത സായന്തനത്തിൽ നീ മടങ്ങിപ്പോകാൻ്റെ തലേരാവുകളിൽ അയാൾ ചോദിക്കുകയാണ്,
ഞാൻ കബളിപ്പിക്കപ്പെട്ടോ? ബൈബിള് അഭിമുഖീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വലിയ പ്രശ്നമായി ഈ സംശയം എന്ന് പറയുന്നത്. അതിങ്ങനെ ദമ്പതികൾക്കിടയിലെ സംശയം എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മളിങ്ങനെ ആരോടും ചെയ്യരുത്. ഈ സംശയം ഉടനീളമുണ്ടല്ലേ. ആൾക്കാരുടെ മീതുള്ള സംശയം കുറെ കഴിയുമ്പോൾ ഇങ്ങനെ പാരനോയിക്കാവും. കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള സംശയം. വിശ്വാസം ഒരു കൃപയാണ്. വേറെ ഒന്നും എന്താ പറയുക, ഒക്കെ ലോജിക്കലായിട്ട് നമ്മൾ പറയും അങ്ങനെ ഒരു കാരണങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സംശയിക്കുന്നത്? അത്തരമൊരു സംശയത്തിലാണ് ജോസഫിൻ്റെ എൻട്രി. വേദപുസ്തകത്തിലേക്കുള്ള അയാളുടെ ആദ്യത്തെ വരവതിനകത്താണ്. തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ത്രീ ഉള്ളിൽ പൊടിപ്പുള്ളവളായിട്ട് കാണപ്പെട്ടു. എനിക്ക് സംശയിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. എന്നിട്ടും അയാൾ എങ്ങനെയാണ് തൻ്റെ സംശയത്തെ കുറുകെ കടന്നത്? തിരുക്കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അതൊരു മെഴുക് പ്രതിമകളുടെ ഒരു ഇടമാണ്. നോക്കൂ, നമ്മൾ കുറ്റപ്പെടുത്തിയ ശില്പങ്ങൾ എന്ത് ക്ലാസിക്കാണ്. വെറുതെ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ സമാധാനം വരും. എവിടെയെങ്കിലുമൊക്കെ ജോസഫിൻ്റെയും ഒക്കെ ഒരു ശില്പം ഇതിനകത്ത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ വളരെ ക്ലാസിക്കായിട്ടുള്ള, വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള, വളരെ സമാധാനമുള്ള 3 പേര്. ആദ്യം ആ വിത്ത തകർക്കണം. തിരുക്കുടുംബം അതായിരുന്നില്ല. അതാരംഭിക്കുന്നത് വലിയ കപ്പൽ ചേതത്തിലാണ്. ഒരു പുരുഷൻ തനിക്ക് വേണ്ടി നിശ്ചയിച്ച സ്ത്രീയെ വിട്ടിട്ട് ഒളിച്ചോടിപ്പോകാൻ ആഗ്രഹിച്ചു തുടങ്ങുന്നതെന്നാണ് തിരുക്കുടുംബം ആരംഭിക്കുന്നത്. ഇത്രയും കപ്പൽ ചേർത്ത്, ഇത്രയും ഷിപ്രക്കില് ഒരു വീടും പെട്ടുണ്ടാവില്ല. ബൈബിൾ എന്തും പറയുമ്പോൾ എൻ്റെ എക്സ്ട്രീം എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാലും മാത്രമേ നമ്മളെ കണക്കുള്ള മീഡിയോക്കറായ മോഡറേറ്റായ മനുഷ്യർക്ക് ഈ പറഞ്ഞ കണക്ക് കറസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്ട്രീമാണ്. ആ എക്സ്ട്രീം ഫെയ്റ്റ് ചെയ്താണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. അപ്പോൾ വെറുതെ ഓർത്തോളണം, ഇവരിവിടെ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ ചിത്രങ്ങളിലും ശില്പങ്ങളിലും കണക്ക് ഇത്രയും സമാധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ പെയിൻഫുൾ പ്രോസസ്സിലൂടെയാണ്. ഓവർനൈറ്റ് 3 പുണ്യാത്മാക്കൾ ഒരുമിച്ച് പാർത്ത് തുടങ്ങിയ കഥയല്ല തിരുക്കുടുംബം. സ്ട്രഗിൾ ചെയ്ത്, ചോര പൊടിഞ്ഞ്, അലഞ്ഞ്, നമ്മുടെ ചില അലച്ചിലുകളിലൊക്കെ ചില സോളസായിട്ട്, ചില ശരണവിചാരമായിട്ടൊക്കെ ഈ ജോസഫിനെ കൊണ്ടുവന്നല്ല. ജോസഫ് എങ്ങനെ ഈ സംശയത്തെ കുറിച്ച് കടന്നത്? ഒന്ന്, അയാളിങ്ങനെ ദൈവവുമായിട്ടൊരു ഡിസ്കഷൻ അയാൾ തയ്യാറാവുകയാണ്. ഇവിടെ എപ്പോഴുള്ള പ്രശ്നം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുക്കുന്ന മനുഷ്യർ നമ്മളെക്കാൾ ചെറിയ മനുഷ്യരാണ്, നമ്മളെക്കാൾ കൂടിയ മനുഷ്യരാണ്. സ്വാഭാവികമായിട്ട് അവരിൽ നിന്ന് ഭേദപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നില്ല. ഭാര്യയെ സംശയിക്കുന്ന ഒരാൾ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ അയാൾ എന്ത് പറയും? കളയട കാത്തിരിക്കാനും അല്ലെങ്കിൽ ജനുവിനായൊരു കാരണമുണ്ടെങ്കിൽ ഈ ആദ്യം പറയുന്നതാണ് സ്നേഹം ദീർഘക്ഷമയുള്ളതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ആരാ തയ്യാറാവുക? അപ്പോൾ ചർച്ചയൊക്കെ ഇങ്ങനെ വെറുതെ ഈശ്വരനോടാണ്. ജോസഫ് ഉറങ്ങിയെന്നൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷേ പിറ്റേന്ന് പുലരിയിൽ അല്ലെങ്കിൽ പുലരിക്ക് മുമ്പേ ഒളിച്ചോടുന്ന മനുഷ്യൻ രാത്രി ഉറങ്ങിയെന്നൊക്കെ പറയുന്നത് വെറുതെ ഭാവനയാണ്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വെറുതെ ഇങ്ങനെ കണ്ടുകൂട്ടിയിരിക്കുക. ഒരു കാര്യത്തിനകത്ത് ദൈവം എന്താണ് പറയുന്നത് അന്വേഷിച്ചാൽ നല്ലതാണ്. വീടിനകത്ത് ചില തർക്കം ഉണ്ടാകുമ്പോൾ, ഭാഗം വെക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, പേരൻസിൻ്റെ ഉത്തരവാദിത്വമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കൊക്കെ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? എല്ലാ സംശയങ്ങളും കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞ ദൈവസന്നിധിയിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ കുടുംബത്തെ ഒക്കെ ഈ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തണം. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ, ഏറ്റവും വിളച്ചിലുണ്ടാകുന്ന നിമിഷങ്ങളിൽ, ഏറ്റവും നിസ്സഹായമായ നിമിഷങ്ങളിൽ നമ്മൾ ഇതിനെയൊക്കെ നോക്കി നിൽക്കുക. ഇതിലോട്ടാണ് നോക്കിക്കുന്നത്. എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പനെ കുറിച്ചൊക്കെയുള്ള ചിത്രം അതാണ്. അവൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു.
ഒരു ഭക്തനായ ഒരു മനുഷ്യനെ ആയിരുന്നില്ല. കഷ്ടിച്ചൊക്കെ ഇങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ പോയാലേ അതിനും കൂടി അമ്മ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ടും അത്രയും പ്രാർത്ഥിച്ചിരുന്ന അമ്മയെക്കാൾ ഒരുപക്ഷെ കുലീനമായിട്ടപ്പൻ ചില കാര്യങ്ങൾക്കകത്ത് നിലപാടുകളെടുത്തു, ഇടപെടലുകൾ നടത്തി. ഞാൻ അപ്പനെ സഹായിച്ചത് ഈ പറഞ്ഞ സംഭവമാണ്. സ്കൂൾ അധ്യാപകനാണ്. പള്ളിക്കൂടത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ ഈ തിരുഹൃദയത്തിന് നടവന്നിങ്ങനെ നിൽക്കും. ഒറ്റ മിനിറ്റ് പ്രാർത്ഥന ഞാൻ ആദ്യം കാണുന്ന അവിടെ നിന്നാണ്. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരും. അപ്പോഴൊരു നോട്ടം നോക്കും. ഈ 1 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രാർത്ഥനകളുടെ ഇടയിൽ അയാൾ കുലീനമായിട്ട് ജീവിച്ചു. വെറുതെ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ബെഞ്ച് മാർക്കിനടുത്ത് കൊണ്ടുപോകാം. നമ്മൾ കൂടിയിരുന്ന് ആലോചിച്ചു, നമ്മളിങ്ങനെ കുറെ കട്ടൻ കാപ്പി കുടിച്ച് ഉറക്കം വച്ചിരുന്ന് തർക്കിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യം അനുഭവത്തില്ല. അങ്ങെന്താണ് ഞങ്ങളെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇതല്ലാതെ വേറൊരു വഴിയില്ല. നമ്മൾ നമുക്ക് വേണ്ടി വാദിക്കുക, നമ്മുടെ സത്സന്ധത വെളിപ്പെടുത്താൻ ശ്രമിക്കുക, ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ലെന്ന് പറയുക. നമുക്കൊക്കെ ഒരു അഡ്വക്കറ്റ് ഉള്ളത് നല്ലതാണ്. നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ ഈ അഡ്വക്കറ്റിനെ നിശ്ചയിക്കുന്നത്. ഈ അഡ്വക്കറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ പരിശുദ്ധാത്മാവാണ് യേശു ഉപയോഗിക്കുന്നത്. ഞാൻ അഡ്വക്കറ്റിനെ തരുന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ. അപ്പം നമ്മുടെ മീതെ സംശയമുള്ളവരുടെ ഉള്ളിൽ നിന്ന് ആ സംശയം എടുത്തു മാറ്റാനായിട്ട് നമ്മുടെ വാദപ്രതിവാദങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ദൈവം തോന്നിപ്പിക്കുന്നേ. കുറെ കഴിയുമ്പോൾ അതിനകത്ത് കഥയില്ലെന്ന് അതാ നടന്നത്. ഇതൊക്കെ ഒരു രാത്രി കൊണ്ട് നടന്നാണെന്നൊക്കെ വിചാരിക്കാൻ മാത്രം ബുദ്ധിമോശം നമുക്ക് വേണ്ട. പല രാത്രികളുകൊണ്ട് നടക്കുക, പല രാത്രി കൊണ്ട് ഇങ്ങനെ ദൈവസ്വരം കേൾക്കുക. യേശു പറയുന്നില്ല, ഇങ്ങനെ വാതിലടക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. വാതിലടക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. ഈ ജീവിതം എന്ന് പറയുന്നത് പിരിയും കോമഡിയാണ്. ഓരോ വളവിലും എന്തൊക്കെയാണ് ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് പിടുത്തമില്ല. ഓരോരോ അവിചാരിത അനുഭവങ്ങൾ വരുമ്പോൾ ചെയ്യാവുന്ന കുഞ്ഞു കാര്യം ഇത്രയേ ഉള്ളൂ: വാതിലടക്കുക, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അടക്കുക, എന്നിട്ട് അകത്തുള്ള ആളെ കേൾക്കുക. അകത്തുനിന്നൊരു ശബ്ദം ഉണ്ടെന്നേ. ചെറിയ മക്കളൊക്കെ കൂടുതൽ പറയുന്നുണ്ട്, എൻ്റെ ഇന്നർ വോയിസ് പറയുന്നത്. ഈ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് നാടകമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല, നമ്മുടെ ചർച്ചയിൽ ഉണ്ടാക്കേണ്ട സംഭവമാണ്. അകത്തുള്ള ആളെങ്ങനെ രൂപപ്പെട്ടത്? നമ്മൾ വായിക്കുകയും കേൾക്കുകയും നമ്മുടെ പരിഗണന വന്നിട്ടുള്ളതുമായ നല്ല കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോറുണ്ടാവും. അതിനെ ശ്രദ്ധിക്കുക. അതെപ്പോഴും നമ്മളോട് പറയും, കുലീനമായിട്ട് ഇടപെടുക, കുലീനമായിട്ട് പെരുമാറുക. കടന്നു പോകുന്ന വൈകാരികതയ്ക്ക് വേണ്ടിയോ അത് നിലനിൽക്കുന്ന ബന്ധങ്ങൾക്ക് വേണ്ടിയോ. ഇതാണ് ഏത് ബന്ധത്തിൻ്റെയും ഏറ്റവും ബേസിക് ചോയ്സ്. വിൽ യു ഓപ്റ്റ് ഫോർ fleeting emotions or permanent relationship? എല്ലാം. ഇപ്പോൾ ചെറിയ മക്കൾ ഇവിടെ കുർബാന കൂടുന്നുണ്ട്. ഇത്തിരി വേഗത്തിൽ ഈ കുർബാനക്കുള്ള വീഞ്ഞ് തരുന്നതിന് പകരമായിട്ട് ഈ പാത്രങ്ങൾ തമ്മിൽ മാറിക്കൊടുക്കും. അപ്പോൾ കയ്യിലെടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് വീഞ്ഞെന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയത് വെള്ളമാണ്. വേണമെങ്കിൽ തിരിച്ചു സംഗീതത്തിലൂടെ ചെല്ലുമ്പോഴേക്ക് തന്നവനോട് ദേഷ്യപ്പെട്ട എന്തിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇതിന് കുഞ്ഞു കേസ് കേട്ടാ 2 പാത്രങ്ങളൊന്നും മാറിപ്പോയി. വലിയ ചോയ്സ് ഇത്രയേ ഉള്ളൂ. ഈ എൻ്റെ വികാരങ്ങൾ കൃത്യമായിട്ട് ഹാൻഡിൽ ഈ പറയുന്ന കണക്ക് അതിനിങ്ങനെ വിൻഡോ കൊടുക്കണമോ അതോ എൻ്റെ ബന്ധങ്ങൾ നിലനിർത്തണമോ? പെരേഡിയൽ ഇഷ്യൂ, ഇത് പെരേഡിയൽ ചോയ്സാണ്. ഓരോ മനുഷ്യബന്ധങ്ങൾക്കകത്ത് നിരന്തരം വരുന്ന പ്രശ്നം ഇതാണ്: ഷുഡ് ഐ ഓപ്റ്റ് ഫോർ ഇമോഷൻ ഫോർ റിലേഷൻ? ജോസഫ് ഈ ബന്ധങ്ങൾക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യുക. അയാളുടെ വികാരങ്ങൾക്ക് ഈ കാരിഡ് ഓഫ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ പള്ളിയിൽ നിന്ന് അയാളെ പറ്റി പറയേണ്ട കാര്യമൊന്നും വരത്തില്ല. ക്രിസ്തു ചരിത്രമേ ഇങ്ങനെ ആയിരിക്കത്തില്ല. വെറുതെ പുണ്യാളോട് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. ഇങ്ങനെ കുറെ കൂടി നിലനിൽക്കുന്ന ബന്ധങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങളെ സഹായിക്കുക.
വൈകാരിക കടന്നു പോകും. രണ്ട് കൂട്ടുകച്ചവടക്കാരുണ്ടാകും. ഒരാൾ മറ്റൊരാൾക്ക് ഏകദേശം ഒരു 40 ലക്ഷത്തിൻ്റെ ബാധ്യത ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ 40 ലക്ഷത്തിൻ്റെ കാശ് കൊടുക്കണം. അപ്പൊ ആ ഒരു പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, വൈ ഡോണ്ട് യു സ്പീക്ക്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓപ്പണായിട്ട് പറഞ്ഞുകൂടാ? അപ്പോൾ അയാൾ പറഞ്ഞു, 18-ാം വയസ്സ് തൊട്ട് തുടങ്ങിയ ചങ്ങാത്തമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 55 വയസ്സായി. ഈ 40 ലക്ഷം രൂപയാണോ പ്രധാനം, അത് ഞങ്ങളുടെ ബന്ധമാണോ പ്രധാനം? സെയിം പ്രശ്നം. 40 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ഇപ്പം എന്നാ ചെയ്യാൻ പോയില്ല. പക്ഷെ ഈ ഒരു ഇത്രയും കാലമുള്ള ബന്ധത്തിനെ നഷ്ടപ്പെടുത്തുന്നത്, അതിനൊക്കെ മൂല്യമില്ല ഈ ബന്ധത്തിന്. വീടിനകത്ത് ഭർത്താവിൻ്റെ അമ്മ എന്തെങ്കിലും പറയുമ്പോഴും, അല്ലെങ്കിൽ അനിയന്മാരും ചില തർക്കങ്ങൾ വരുമ്പോഴും ഒക്കെ വെറുതെ ഓർത്താൽ നല്ലതാണ്, ഈ പാസിങ് ഇമോഷൻ വേണോ അത് നിലനിൽക്കുന്ന ബന്ധം വേണോ? എനിക്കതിനകത്തൊരു ക്ലാസിക് വായന കിട്ടിയിട്ടുണ്ടാകും. ഒരു സ്ത്രീ, അവരുടെ അമ്മ മരിച്ചു. ഭയങ്കര വിഷമത്തോടെ ഈ സ്ത്രീ ചാടി. ഈ സ്ത്രീ പറഞ്ഞില്ല, നമുക്ക് ലെറ്റ്സ് സീ, ഒരു 80ഓളം കത്തുകൾ എഴുതി, ദീർഘമായ കത്താണ്. ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ച്, സ്റ്റാമ്പ് ഒട്ടിച്ച് തൻ്റെ പുരുഷന് കൊടുത്തിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് ഇന്ന് പോസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാനിങ്ങനെ അമ്മയില്ലാത്ത ഒരു മകളായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കാര്യങ്ങൾ കുറെ കൂടി സാധാരണഗതിയിലായി. ഒരു ദിവസം ഈ സ്ത്രീ തൻ്റെ വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇയാളുടെ ഒരു ടെന്നീസ് ബാറ്റിൻ്റെ ഒരു പൗച്ചുണ്ടാകും. അതിങ്ങനെ ബൾജ് നിൽക്കുക. അത് അവൾ വേഗത്തിൽ അൺസിപ്പ് ചെയ്തപ്പോൾ ഈ 80 കത്തും അതിനകത്തുണ്ടാകും. ഒന്നും അയച്ചിട്ടില്ല. ഈ സ്ത്രീ ഇങ്ങനെ പൊടിഞ്ഞു പോവുകയാണ്. അയാൾ കണ്ടുള്ളതാണ് ഇവളുടെ ഈ ട്രോമയൊക്കെ. അവളിങ്ങനെ വാമിട്ട് കരയുകയാണ്. നിങ്ങൾ കണ്ടതല്ലേ ഇതെന്നും പറഞ്ഞുകൊണ്ടേ. അയാൾക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. ഞാൻ പതുക്കെ ഇങ്ങനെ അവളുടെ അടുക്കൽ പതുക്കെ ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് തല അവളോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മറന്നുപോയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ലെന്ന് എനിക്കറിയാം. ഇനിയൊരു കാര്യം ചെയ്യാം, ഞാൻ 2-3 ദിവസം ലീവ് എടുത്തിട്ട് ഈ 80 കത്തുകളും കൊണ്ട് എത്തിക്കാം. അപ്പോഴാണ് ആ സ്ത്രീ ചെറുപ്പത്തിൽ എന്നോ പഠിച്ചെടുത്തൊരു സദ്വിചാരം ഓർമ്മിച്ചെടുക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിലൊരു നിമിഷമുണ്ടാകും. when you have to decide between passing emotions and permanent relation. ഒരു കൊല്ലപ്പരീക്ഷ ഉണ്ടാവും. കടന്നു പോകുന്ന വൈകാരികത വേണം, അത് നിലനിൽക്കുന്ന ബന്ധം വേണം എന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കൊല്ലപ്പരീക്ഷ ഉണ്ടാവും. അതിവിടെ ഇരിക്കണം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 100-200 പേർക്കുണ്ടാവും. എനിക്കുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടായേക്കാം. അപ്പോൾ ആ സ്ത്രീ കുറെ കൂടി കുലീനമായിട്ട് പെരുമാറാൻ തീരുമാനിച്ചു. അല്ലെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈടായിട്ട് മറവ് കുറച്ച് കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങളായിട്ട് ലീവ് എടുത്ത് കൊണ്ടുപോയി എത്തിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. എന്തായാലും ഇത്രയും വൈകിയില്ലേ, നമുക്കത് പോസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് പേരെ ഞാൻ പോയി കണ്ടെത്തി നേരിട്ട് കൊടുക്കാം, എനിക്കവിടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടാകും. അന്നാണ് ആദ്യമായിട്ട് അയാൾക്ക് തോന്നിയത് തൻ്റെ കൂടെ പാർക്കുന്ന ഈ വ്യക്തി ഒരു സ്ത്രീയായത്. അതിനു മുമ്പ് വരെ കുറച്ച് മുതിർന്നൊരു പെൺകുട്ടി മാത്രമായിരുന്നു അവർ. ഇപ്പോൾ ആ വളർച്ചയുടെ കോണ്ടലിപ്പുണ്ടായി. എപ്പോഴാണ് നിങ്ങൾ പുരുഷനാകുന്നതും എപ്പോഴാണ് നിങ്ങൾ സ്ത്രീയാവുകയൊക്കെ ചെയ്യുന്നത്, ചോയ്സ് നടത്താൻ പറ്റുമ്പോഴാണ്. വൈകാരികത വേണോ അതോ ബന്ധം വേണോ? ഇപ്പം ജോസഫ് ഉണ്ടാക്കുന്ന ചായ അത് തന്നെയാണ്. അയാൾ ബന്ധങ്ങൾക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്തു. മറ്റൊക്കെ പിന്നെയും വരുന്നേ വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? നമ്മുടെ കാലത്ത് പലരും പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഇങ്ങനെ വെൻറ്റ് ചെയ്യണം. കഥയില്ലാത്തൊരു കാര്യമാണ്, കഥയില്ലാത്തൊരു കാര്യമാണ് ഇമോഷൻസ് വെൻറ്റിങ് എന്നൊക്കെ പറയുന്നത്.
എല്ലാത്തിനും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു മോനുണ്ടായിരുന്നു. അപ്പൻ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ആ ഭിത്തിയിൽ തടി കൊണ്ടുണ്ടാക്കിയ വീടാണ്, ഭിത്തിയിലോട്ട് ഒരു വാണി അടിക്കാൻ പറ്റും ആണ്. അങ്ങനെ ഒരു വർഷം മുമ്പോട്ട് പോയി. ഈ ഹാമറിന് ചുറ്റിയർക്കൊരു ഗുണമുണ്ട്, ഒരു വശം കൊണ്ട് അടിക്കുകയും ചെയ്യാം, മറ്റേ വശം കൊണ്ട് പിഴുതെടുക്കാനും പറ്റും. അങ്ങനെയാണല്ലോ എൻ്റെ സ്ട്രക്ചർ. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, നീ അത് പതുക്കെ പിഴുതെടുക്കാൻ പറഞ്ഞു. തൻ്റെ ഒരു എനർജി ഡൈവേർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അപ്പം നൽകിയൊരു രീതി എന്നൊക്കെ കുട്ടി ധരിച്ചുള്ളൂ. ദേഷ്യം വരുമ്പോൾ ചെയ്യുക. എന്നിട്ട് ഈ ആണിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ചുമലോട്ട് നോക്കാൻ പറഞ്ഞു. ചുമല് മുഴുവൻ സൂക്ഷിക്കണം. അപ്പം പറഞ്ഞു, ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ശേഷം ഇങ്ങനെ സുഷിരങ്ങൾ ബാക്കിയാവും. എല്ലാത്തിനും ശേഷം ഇതൊക്കെ എപ്പോഴാണ് ഹീൽ ചെയ്യപ്പെടുക? കുലീനമായിട്ട് ജീവിക്കാനുള്ളത് തന്നെ പ്രധാനം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിസ്റ്റിക് വുമൺ എന്ന് പറയുന്നത് റാബിയാണ്. റാബിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മെൻ വിമൻ live in dignity. There are a few things done just to enhance your beauty. ക്രിസ്തീയ ഭാവനയിൽ ഏറ്റവും കുലീനനായ മനുഷ്യൻ്റെ പേരാണ് ആദ്യത്തെ ജോസഫ്. ഏറ്റവും കുലീനനായ മനുഷ്യൻ. നാട്ടിലൊക്കെ ഒരു കുഞ്ഞിന് ജോസഫ് എന്ന് പേരിടുമ്പോൾ പോലും നമ്മളതായാലും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജോസഫ് ഇടുന്നൊക്കെ പറയുമ്പോഴേക്കും അത് എക്സ്ട്രാ വൈ നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യുന്ന സംഭവം കുലീനത. ഇപ്പം രണ്ടതാണ് ഈ പറഞ്ഞത്. നദിയിലെ വീക്കായ മനുഷ്യരോടൊപ്പമായിരിക്കുക. കരുത്തുള്ള മനുഷ്യർക്കല്ല, കരുത്തില്ലാത്ത മനുഷ്യരോടൊപ്പമായിരിക്കുക. ചുരുക്കം പറഞ്ഞെന്നാൽ ഒരു വീടിനകത്തൊക്കെ ഒരു തീരുമാനമെടുക്കുമ്പോൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആംഗിളിൽ നിന്ന് ചിന്തിക്കുക. കുട്ടികളുടെയും സ്ത്രീകളുടെ ആംഗിളിൽ ചിന്തിക്കുക. അവരുടെ ഭാഗത്ത് ചിന്തിക്കുക. കയ്യിൽ കുറച്ച് കാശുണ്ട്, സാമാന്യം വലിയൊരു വീടൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയൊരു വീട് കെട്ടുമ്പോൾ ഈ വീട് മുഴുവൻ വൃത്തിയാക്കേണ്ട ഒരു ബാധ്യത തൽക്കാലം ഈ ജെൻഡറായിട്ടുള്ള കാര്യങ്ങൾക്കകത്തൊരു അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴും സ്ത്രീകൾ തന്നെ കൊണ്ടിരിക്കണം. അവരിതൊക്കെ എങ്ങനെയാണ് ഓടിയെത്തിക്കുന്നത്? അവിടെ തൊട്ട് ഏതൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു വീടിനകത്തെ വീക്കായ മനുഷ്യരുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുക, പ്രായമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുക. മക്കളെ പഠിപ്പിക്കാനായിട്ട് കൊച്ചിയായിരിക്കും നല്ലതെന്ന് നോക്കി ഇടുക്കിയിലുള്ള ഒരാൾ കരുതുന്ന കണക്കാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നല്ല സ്ഥലം അതായിരിക്കും, പക്ഷേ കുറേ അധികം കൃഷിയിടങ്ങളും കുറേ അധികം ആടുമാടുകളും കുറേ അധികം നാടൻ അനുഭവങ്ങളുമൊക്കെ ആയിട്ട് ജീവിച്ച പ്രായമുള്ളൊരു അപ്പനും അമ്മയും നിങ്ങളുടെ ചെറിയ ഫ്ലാറ്റിനകത്ത് ബുദ്ധിമുട്ടില്ലേ? എപ്പോഴും തീരുമാനമെടുക്കേണ്ടത് ഈ ചർച്ചക്കകത്തെ വീക്കായവർക്ക് വേണ്ടിയാണ്. അതിൻ്റെ വല്ലാത്തൊരു വൈകാരിക ബുദ്ധി ആവശ്യമില്ല. ഞാനൊരു വീടിൻ്റെ ഈ പാർട്ടീഷൻ ഒരു സംഭവത്തിന് വെറുതെ പോയിരുന്നു. സ്വാഭാവികമായിട്ട് ഇതൊന്നും ഭംഗിയിലല്ല അവസാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. ബൈബിളിൽ യേശു തന്നെ ഒഴിവാക്കുന്ന സംഭവമാണ് ഈ പറഞ്ഞ വീടിൻ്റെ ഒക്കെ ഭാഗമക്കൾ എന്ന് പറയുന്നത്. യേശു ഒഴിവാക്കിയുള്ള ഏക കാര്യമായിട്ട് എൻ്റെ ബോധത്തിൽ വരുന്നത്, എനിക്കും എൻ്റെ സഹോദരനും ഇടയിൽ ഒരു സ്വത്ത് തർക്കമുണ്ട്, നീ വന്ന് ഇടപെട്ടെന്ന് പറയുമ്പോൾ യേശു ഇതൊക്കെ നീതി ആരായിരുന്നു ചെയ്തിട്ടുള്ളത്? യേശു ഇടപെട്ടേ ഇല്ല. കാരണം യേശു ഒന്ന് ഇടപെട്ട് കഴിയുന്നാൽ ഈ 33-ാം വയസ്സിലെല്ലാം പൂർത്തിയാന്ന് പറഞ്ഞ് മരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴും നമ്മൾ ഇഞ്ചക്ഷനുണ്ട്. പുള്ളി ഇടപെട്ടേയില്ല. ഭയങ്കര ബുദ്ധിപരമായിട്ട് തന്നെ മാറി. എന്നാലും നമ്മുടെ ചില പൊട്ടത്തരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പോയിരിക്കുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കും. കാരണം ഇത്രയും സഹോദരന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന ദിവസമല്ല. പക്ഷെ ഇതൊന്നും മിക്കവാറും ആരും കഴിക്കില്ല. ആ രീതിയിലെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ഇത്തിരി പറമ്പ് ഈ വീടിന് ഇളയാൾക്ക് വേണ്ടി ഇങ്ങനെ അപ്പം വെച്ച് നീട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ആൾ പറയുകയാണ്, അത് ചേട്ടായി കൊടുത്തേക്ക്. കാരണം ഞങ്ങൾക്കൊക്കെ
ഒരു ജോലിയുണ്ട്, എനിക്ക് സർക്കാർ ജോലിയുണ്ട്, ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. അയാൾക്ക് അങ്ങനെ ജോലി പോലും ഇല്ലല്ലോ. എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും വീക്കായവർക്ക് വേണ്ടിയാണ്. ഇത് വീടിൻ്റെ മാത്രം കഥയൊന്നുമല്ല, ഇതൊരു നഗരത്തിൻ്റെ കഥ കൂടിയാണ്. നഗരം വികസിക്കും നമ്മൾ പറയുന്നത് എന്താണ്? സ്ഥിരസേനയോട് മെട്രോ ഓടുമ്പോഴാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് അതിനകത്ത് കയറിയിട്ടുണ്ട്? അതൊക്കെ അതിൻ്റെ ഒരു ആക്സസറീസ് ആണ്. നഗരം വികസിക്കുന്ന പറയുന്നത് ഈ നഗരത്തിൽ പാർക്കുന്ന മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ്. ഇപ്പോഴും ചെല്ലാത്ത സൈഡിലും ബൈക്കിൻ സൈഡിലും ഒക്കെ നിങ്ങൾ വെളുപ്പിനെ പോയി കഴിയുന്നാൽ ഇങ്ങനെ വലിയ ദൂരത്തിൽ ഇങ്ങനെ കുടം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും അവിടുത്തെ തർക്കം ഈ കുടത്തിന്റെ ടേൺ തെറ്റെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്താവട്ടെ, വീടാവട്ടെ ദേശമാവട്ടെ, എല്ലാ തീരുമാനങ്ങളും ആ കൂട്ടത്തിൽ ഏറ്റവും വീക്കായിരിക്കുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ജോസഫ് ഡിഡിറ്റ് മേരി എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീയുടെ കോണ്ടക്സ്റ്റിൽ ഈ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചു. അയാളുടെ ബുദ്ധിക്ക് നിരക്കണതല്ല, അയാളുടെ ബുദ്ധിക്ക് എന്നല്ല, ലോകത്തെ ഏതൊരു പുരുഷന്റെയും ബുദ്ധിക്ക് നിരക്കണതല്ല. എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അവൾക്ക് വേണ്ടി ചിന്തിക്കുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു ഹർ? നമ്മുടെ ഓരോരോ തീരുമാനങ്ങൾക്കകത്ത് അത് എത്ര നീതിപൂർവമായ തീരുമാനം എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് എന്നാ സംഭവിക്കും? പിന്നീട് മക്കള് അനുസരണയില്ലാത്തതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോഴും വീടിന് പുറത്തൊക്കെ ആക്കി പടിയടക്കുന്ന രീതിയൊക്കെ ഞാൻ കേൾക്കുന്നു. എനിക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത്. അടുത്ത ദിവസം കേട്ടു ഒരു കാര്യവും വീട്ടിനകത്ത് ചെയ്യത്തില്ല, അതുകൊണ്ട് വീട്ടിൽ കയറ്റുന്നില്ലെന്നുള്ളത്. വീട്ടിൽ കയറ്റാത്ത മക്കളൊക്കെ എവിടെ പോകും? അതിനകത്ത് ഈ ഫ്രജൈലായ ആൾക്കാർ, വൾണറബിളായ ആൾക്കാർക്ക് വേണ്ടി ചിന്തിക്കുക എന്നുള്ളതാണ് എന്താ അതിൻ്റെ ഒരു മൂന്നാമത്തെ പാഠം. നാലാമതായിട്ട് പതുക്കെ ഈ നല്ലതല്ലാത്ത എല്ലാ ഓർമ്മകളിൽ നിന്ന് പുറത്തു വരണം. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഓർമ്മകൾ മാത്രം കൊണ്ടുപോകാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ ബന്ധങ്ങൾക്കകത്തും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പരിക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അതങ്ങനെ പറ്റും. ലോകത്തെ ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മളെ തൊട്ടായിരുന്നു. നമ്മളെ ലോകത്തെ ഏറ്റവും ശ്രദ്ധയോടും തൊട്ടത് നമ്മുടെയൊക്കെ ഒരു ഏജിൽ വയറ്റാട്ടിയായിരുന്നു. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ലേബർ റൂമിൽ സഹായിക്കാൻ ശ്രമിച്ച ഒരു നേഴ്സോ മിഡ്വൈഫൊക്കെ ആയിരുന്നു. അവരോളം ശ്രദ്ധയിൽ നമ്മൾ ആരും തൊട്ടിട്ടില്ല. കാരണം അവരുടെ മെഴുക്ക് കണക്കൊരാളാണ് നമ്മളന്നേ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ശ്രദ്ധിക്കണം. ഈ പിടുത്തം ഒന്ന് കട്ടിയാലിൻ്റെ പേരിൽ എന്തുമാത്രം കുഴപ്പങ്ങൾ പറ്റി നമുക്കറിയാം. അപ്പം അത്രയും ശ്രദ്ധയോടുകൂടി പിടിച്ചിട്ട് പോലും കുഴപ്പം പറ്റുമെങ്കിൽ അത്ര ശ്രദ്ധയും അത്ര ധ്യാനവും ഇല്ലാതെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് കൈപ്പിഴ പറ്റുക എന്ന് പറയുന്നത് ജസ്റ്റ് നോർമൽ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും വെട്ടം വരും. ആ വെട്ടം വരുമ്പോൾ ഈ പഴയ ഓർമ്മകളൊന്നും കൊണ്ടുനടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ട് ചങ്ങാതിമാരും കൂടി നടക്കുകയാണ്, ഒരു യാത്ര പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് ഒരാൾക്ക് മറ്റൊരാളോട് എന്തോ ചില ബുദ്ധിമുട്ട് തോന്നി. അപ്പം തോന്നിയ ഒരു ദേഷ്യം ഒറ്റടി കൊടുത്തു. അതൊരു മരുഭൂമിയായിരുന്നു. ഈ ചങ്ങാതി അവിടെ കൊനിപ്പിടിച്ചിരുന്ന മണൽ ഇങ്ങനെ എഴുതി, ഹിയർ മൈ ഫ്രണ്ട് സ്ലാപ്പ് മീ. ഇവിടെ വെച്ചെൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു. യാത്ര മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പുഴ കുറി കിടക്കാനുള്ള ശ്രമമാണ്. ചവിട്ടിയത് വഴുതുന്നൊരു പാറയിലാണ്, തെന്നി വീണു. ഇതേ ചങ്ങാതി തന്നെ, നേരത്തെ അടിച്ച ചങ്ങാതി തന്നെ പോയി അവൻ രക്ഷിച്ചു. അയാളുടെ ആ ഭാണ്ഡത്തിൽ നിന്നൊരു ചിസിലെടുത്തിട്ട് ഒരു ഉളി എടുത്തിട്ട് അടുത്തുള്ള പാറയെ കൊത്തി വെച്ചു. ഹിയർ മൈ ഫ്രണ്ട് സേവ്ഡ് മീ. ഇവിടെ വെച്ചെൻ്റെ ചങ്ങാതി എന്നെ രക്ഷിച്ചു. അയാൾ പറഞ്ഞു, എടാ ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണലിലെഴുതി, രക്ഷിച്ചപ്പോൾ നീ പാറയിലെഴുതി, എന്താ ഇതിൻ്റെ പൊരുള്? അപ്പോൾ ചങ്ങാതി കിട്ടിയ അടിയുടെ ഓർമ്മയൊക്കെ ഇങ്ങനെ മണലിലെഴുതിയാൽ മതി. ഒരു കാറ്റ് വരുമ്പോൾ
മാഞ്ഞു പോകണം. എന്നാൽ ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഓർമ്മ പാറയിൽ കുത്തിവെക്കണം. ഒരു കാറ്റിനും കാലത്തിനും കവർന്നെടുക്കാനാവാത്ത വിധത്തിൽ സെലക്റ്റീവ് മെമ്മറി നല്ലതാണ്. എനിക്ക് തോന്നുന്നു ജോസഫ് പിന്നീട് അനുഭവിക്കുന്ന ഒരു കോമ്പാക്ട്നെസ് ഇതിനൊക്കെ കാരണം ഒരു കമ്പോസ്റ്റ് മാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവത്തിന് കാരണം നല്ല സെലക്റ്റീവ് മെമ്മറിയാണ്. അയാളുടെ തലേന്നെല്ലാം പോയി. നമ്മുടെ ഒരു കുഞ്ഞു പ്രശ്നം നമ്മൾ ഒത്തിരി വിട്ടുവീഴ്ചകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ രീതിയിൽ ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിലാക്കും. എന്തെങ്കിലുമൊക്കെ ഒരു കൈപ്പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ പറയും അന്ന് ഞാൻ ക്ഷമിച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. സ്നേഹം ഒന്നിൻ്റെയും കണക്ക് സൂക്ഷിക്കുന്നില്ല എന്നർത്ഥം വരുന്നൊരു വരി കൂടി കിടപ്പുണ്ടായിട്ട് അതിനകത്ത് ഒന്നിൻ്റെയും കണക്ക് സൂക്ഷിക്കുന്നില്ല. കാര്യങ്ങളൊന്ന് ചുരുക്കിയാണ്. കുലീനമായിട്ട് സ്നേഹിക്കാനായിട്ട് നമ്മളെ പരിശീലിപ്പിക്കുന്ന ആന്തരിക കലയുടെ പേരാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്കുള്ള ചില ഐക്കണാണ് ഈ പറഞ്ഞ മേരിയും ജോസഫും ഒക്കെ. ഒരു പുരാതന സ്നേഹ സങ്കീർത്തനത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന എല്ലാ സൂചനകളും ജോസഫിലേക്ക് എത്തുന്നതാണ്. അത്തരം സൂചനകൾക്കകത്തുന്ന ഒരൊറ്റ സൂചന മാത്രമാണ് നമ്മൾ എടുക്കുന്നത്: സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ബിലീവ് വെച്ചിട്ട് ഈ മക്കളെയൊക്കെ കുറെ കൂടി വിശ്വസിക്കുന്നേ, പങ്കാളിയെ കുറെ കൂടി വിശ്വസിക്കുക. സംശയം ഇപ്പം നമ്മൾ പരിഗണിക്കുന്ന രോഗമായിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അതിന് ചികിത്സ വേണമെന്നൊക്കെ ഈ മനസ്സിനെ പഠിക്കുന്നത് പറയുന്നത്. പക്ഷെ ഒരു 10-40 വർഷം മുമ്പ് ഇതൊന്നും രോഗമായിട്ട് ആരും കണക്കാക്കിയിട്ടേയില്ല. ഒരു പുരുഷൻ അയാളുടെ ഭാര്യയെക്കുറിച്ച് പറയുന്ന സംശയങ്ങൾക്കകത്ത് നമ്മൾ പറയും അയാൾ തന്നെ പറഞ്ഞാണല്ലോ, എന്താ കുഴപ്പം? അപ്പൊ എല്ലാ രോഗവും സൗഖ്യമാകണം. അതുപോലെ സൗഖ്യമാകേണ്ട രോഗത്തിന്റെ പേരാണ് എന്താ? സംശയം. ഇതിന്റെ പങ്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ പലിശ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അയൽക്കാരൻ നമുക്കെതിരാണെന്ന് പറയുന്ന സങ്കല്പം ഇതൊരു സംശയമാണ്. അയാൾ നമുക്കെതിരായിട്ട് ചില കർമ്മങ്ങൾ ചെയ്യുന്നുള്ള സംശയം. സത്യം പറഞ്ഞാൽ ചിരി വരുന്ന കാര്യമാണ്. എന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതിനൊന്നും പള്ളിയിൽ പോയിട്ട് വെഞ്ചരിക്കാൻ വേണ്ടിയല്ല ആവശ്യപ്പെടേണ്ടത്. നിങ്ങൾ സമയമുള്ളപ്പോൾ നല്ല ഡോക്ടറെ കാണണം. എല്ലാവരും എതിരാണ്, എല്ലാവരും നമുക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തുന്നു. ഒന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. ഈ കുറെ കൂടി ഇങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പഠിക്കും. നമുക്ക് ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കേണ്ടത്. ദൈവം ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരുണ്ടാവില്ല, അവരുണ്ടാവത്തില്ല. അവരൊക്കെ ഉണ്ടാവട്ടെ. എക്സ്ട്രീം ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് പുതിയ ആരംഭിക്കുന്നത്. താനുമായിട്ട് ഒരു പങ്കാളിത്തം ഇല്ലാതിരുന്നൊരു വ്യക്തി ഉള്ളിൽ പൊടിക്കുന്നു പറയുന്ന എക്സ്ട്രീം സ്റ്റോറി. എന്തായാലും ഇതിൻ്റെ 10,000-1 പ്രകടശേഷിയുള്ള ഒരു അനുഭവത്തോടെ നിങ്ങൾ കടന്നു പോയിട്ടില്ല. ഹൈ വോൾട്ടേജ്. ഈ ഹൈ വോൾട്ടേജ് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ സംഭവങ്ങളെ ഇങ്ങനെ അഭിമുഖിക്കാൻ വേണ്ടിയാണ്. അപ്പം അതിനകത്താണ് നമ്മൾ കണ്ട വിചാരങ്ങൾ ഇങ്ങനെയാണ്. ഈ ആലോചന എപ്പോഴും ദൈവത്തോടാണ്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? 2, നമ്മളുണ്ടാക്കിയെടുക്കുന്ന ചായ്വ്, നിലനിൽക്കുന്ന ബന്ധം വേണോ? അത് ഈ പറയുന്ന ഈ കടന്നു പോകുന്ന വൈകാരിക വേണോ? 3, എപ്പോഴും ഇങ്ങനെ വീക്കായുടെ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളുടെ പക്ഷത്തു നിന്നും, മുതിർന്നവരുടെ പക്ഷത്തു നിന്നും, സ്ത്രീകളുടെ പക്ഷത്തു നിന്നും, വയോധികരുടെ പക്ഷത്തു നിന്നും കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. 4ാമതായിട്ട് ഇങ്ങനെ ഫിൽറ്റർ യുവർ മെമ്മറി. ഒന്നിൻ്റെയും അവർക്കോ എനിക്കോ ഗുണകരമല്ലാത്ത ഓർമ്മകളിൽ നിന്ന് പുറത്ത് കടന്ന് യാത്ര മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ആട്ടെ, ഇതിനകത്തുനിന്ന് യേശു എന്ത് പഠിച്ചു? ആരും വിചാരിക്കരുത് ഇങ്ങനെ ഒരു ലൈബ്രറി കണക്ക് ഒരാളിങ്ങനെ പെട്ടെന്നൊരു ദിവസം തുറന്നു വീണാണ്. അയാളിങ്ങനെ ഓരോ ദിവസവും താളുകൾ എഴുതുകയായിരുന്നു, കണ്ടതും കേട്ടതിനകത്തുനിന്നും. ഇതിനകത്ത് യേശു എന്ത് പഠിച്ചു?
യേശു പഠിച്ചതും ഇത് തന്നെയാണ്. ജോസഫിനെ കുറിച്ച് അധികമൊന്നും പരാമർശിക്കുന്നില്ല. ജോസഫിൻ്റെ ഓർമ്മ അധികമില്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ഓർമ്മയെന്ന് പറയുന്നത് ഈ ഭിത്തിയിൽ വരച്ചിട്ടൊരു ചിത്രം മാത്രമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റെഫറൻസും ഓർമ്മയാണ്. അങ്ങനെയെങ്കിൽ ജോസഫിൻ്റെ റെഫറൻസ് വരുന്ന എല്ലാ ഓർമ്മകളും കൊണ്ട് സമ്പുഷ്ടമാണ് പുതിയ നിയമം. അതൊരു ഓർമ്മ എടുക്കുക. എന്താണത്? തെറ്റിലേക്ക് കുരുക്കപ്പെട്ടൊരു സ്ത്രീ. അവളിങ്ങനെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്ന് നിൽക്കുകയാണ്. യേശു ആ സ്ത്രീയെ ഇങ്ങനെ ഉറ്റുനോക്കിയാണ്. പെട്ടെന്ന് യേശുവിന് തൻ്റെ ജീവിതത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ നടത്തിയ ഒരു തീരുമാനം മനസ്സിലേക്ക് വന്നു. അന്ന് ചെറുപ്പക്കാരനായിരുന്ന ജോസഫ് എന്ന് പറയുന്ന ഒരാൾ മാറി ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ സ്ത്രീ നിൽക്കുന്നിടത്ത് ഒരു 10-30 വർഷം മുമ്പ് തന്നെ അമ്മയായിരിക്കും അല്ലേ? അല്ലാതെ വേറെ സാധ്യതയുള്ളത്? ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നിയമാവർത്തന പുസ്തകം ഒന്ന് പെട്ടെന്ന് മറിച്ച് നോക്കിയാൽ അതേ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ യേശു ഓർത്തിട്ടുണ്ടാവും, ഒരു ശരാശരിക്കാരനായ ഒരു സാധാരണ മനുഷ്യനായ ഒരു തൊഴിലാളിയായ തൻ്റെ അപ്പനെടുത്ത തീരുമാനത്തോടെങ്കിലും കുലീനമായ തീരുമാനം തൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. റഫറൻസ് ഇയാളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല, 2 ഇടത്തിലാണ്, അല്ലെങ്കിൽ 2 പേരെയാണ് യേശു സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്ത്രീയെ, എനിക്ക് നിനക്കിവിടയിൽ എന്തോ? മേരിയെ വിളിക്കുമ്പോൾ, അമ്മ മേരിയെ വിളിക്കുമ്പോൾ സ്ത്രീ എന്നാണ്. ആ വാക്ക് തന്നെയാണ് ഈ തെറ്റിലേക്ക് കുരുക്കപ്പെട്ട, ഈ കുഴിഞ്ഞു നിൽക്കുന്ന, തൻ്റെ ആസന്ന ഭരണത്തിലേക്ക് ഇങ്ങനെ ചിതറിപ്പോകുമെന്ന് ഭയം നിൽക്കുന്ന ആ സ്ത്രീയെ യേശു വിളിക്കുന്നത് സ്ത്രീയെ. എന്നുവെച്ചെന്നാൽ മേരിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന അതേ വിശേഷം തന്നെ ഈ സ്ത്രീക്കും. സ്ത്രീയെ, എൻ്റെ ഒരു ശ്രദ്ധയിൽ വേറെ എവിടെയും യേശു ആരെയും ഈ സ്ത്രീ എന്ന് വിളിച്ച് കണ്ടിട്ടില്ല, എക്സെപ്റ്റ് മേരിയാണ്. ഇപ്പുറത്തിരിക്കുന്നത് കുലീനമായിട്ട് ജീവിച്ചൊരു അച്ഛൻ്റെ മകനാണ്. തൻ്റെ അച്ഛനേക്കാളും ഉയരേണ്ട ബാധ്യത യേശുവിനുണ്ട്. അവിടെങ്ങനെ ഒരു കാലം ഇങ്ങനെ പ്രതീക്ഷയോട് നോക്കുന്നതാണ്. പാവമില്ലാത്തവർ കല്ലെറിയട്ടെ, പാവമില്ലാത്തവർ കല്ലെറിയട്ടെ. ഓരോരുത്തരായിട്ട് കല്ലിട്ടിട്ട് പോയി. ആ കല്ലിട്ടതിനെ കുറിച്ച് പോലും വേദപുസ്തകത്തിൽ ഓർഡർ കിടപ്പുണ്ട്. പ്രായമുള്ളവർ തൊട്ട് ഓരോരുത്തരായിട്ട് കല്ലിട്ട് പോയി. കാരണം അവർക്ക് കുറേ കൂടി റിഫ്ലക്ഷൻ ഉണ്ടാകും. ഏജ് ഒരു ഫാക്ടറാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വിധിക്കാൻ ഇപ്പം അവകാശമുള്ള ഒറ്റാളേ ഉള്ളൂ, അത് യേശുവാണ്. സ്ത്രീയെ, ഞാനും വിധിക്കുന്നില്ല. ഈ ഒരു ചിത്രത്തിൽ തെളിയുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷനെടുത്ത തീരുമാനമാണ്. അതിൻ്റെ കൊയ്ത്തായിട്ട് നല്ലത് വിതയ്ക്കുക, നല്ലത് കൊയ്യുക. സംശയം വിതച്ചിട്ട് വിശ്വാസം എങ്ങനെയാണ് കൊയ്യുന്നത്? വിശ്വാസം വിതക്കുക, വിശ്വാസം കൊയ്യുക. ആമേൻ. ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചിട്ട് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. സ്നേഹത്തിൻ്റെ ഒരു ദൗർലഭ്യം കൊണ്ടാണ് മനുഷ്യർ സംശയിക്കുന്നത്. ഒത്തിരി ഉള്ളൊരു കാര്യത്തെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് സംശയത്തിലാതിരിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് സ്നേഹം സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുറേ സ്നേഹം ഉണ്ടാകുമ്പോൾ അതിനകത്തുനിന്ന് താനേ ഈ സംശയങ്ങളൊക്കെ നടന്നു പോകും. ഭൂമി കുറേ കൂടി സ്നേഹമുള്ളൊരിടമാവട്ടെ. സ്നേഹത്തിൻ്റെ അൾട്ടിമേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കുർബാന അനുഭവത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ അബൻഡൻസ് ഓഫ് ലവ്. ഭൂമിയിൽ സ്നേഹസമൃദ്ധി ഉണ്ടാവട്ടെ. കാരണം കുറവുള്ള എല്ലാത്തിനും മീതെയും സംശയവും ഭീതിയും ഉണ്ടാവും.
സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു, സ്നേഹം സകലത്തിനെയും അതിജീവിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഒരുമിച്ച് കർത്താവായ യേശുവേ, സംശയങ്ങളുടെ കാറ്റിലും കോളിലും ഞങ്ങളുടെ ചെറിയ ഭവനത്തെ മുലയാൻ വിട്ടുകൊടുക്കരുത്. കർത്താവായ യേശുവേ, സംശയങ്ങളുടെ കാറ്റിലും കോളിലും ഞങ്ങളുടെ ചെറിയ ഭവനത്തെ വിട്ടുകൊടുക്കരുത്. ആമേൻ.